ഇന്ന് ഫെബ്രുവരി 1 അപ്പോൾ എല്ലാവരും മാർക്കറ്റ് വീണ്ടും ഒരു ഡംപിലൊക്കെ വന്നപ്പോൾ എല്ലാവരും പാനിക്കായിരിക്കും. പൊതുവേ നമ്മളെല്ലാവരും പാനിക്കായിരിക്കും. എന്ന് വെച്ചാൽ ജനുവരി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബീറിഷായിട്ടാണ് ആൾട്ട് കോയിൻ പോയത്. ആൾട്ട് കോയിൻ ഇതിന് മുമ്പും ആ ഡിസംബർ തൊട്ട് തന്നെ, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഡിസംബർ തൊട്ട് തന്നെ ഒരു പെർഫോമൻസ് ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ 2021 ബുൾ റൺ കണ്ടവരാണെങ്കിൽ ഇപ്പോൾ ഉള്ളതൊന്നും ബുൾ റൺ എന്ന് പറയാനൊന്നുമില്ല. അന്ന് 2021 ജനുവരി തൊട്ട് തന്നെ എല്ലാം പമ്പായി. ഓൾമോസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാറ്റിക്ക് ഒരു 4 രൂപയോ അങ്ങനെയൊക്കെ കിടന്ന മാറ്റിക്ക് പെട്ടെന്ന് തന്നെ $1 അടിച്ച് മുകളോട്ട് തന്നെ കയറി. അത് മാത്രമല്ല, മിക്ക ആൾട്ട് കോയിനും നല്ല രീതിയിൽ. ഇപ്പോഴാണെങ്കിൽ ഏതെങ്കിലും പുതിയതായിട്ട് ഇങ്ങനെ ട്രംപ് അങ്ങനെ പറയുന്ന കുറേ മെമേകൾ ഇറങ്ങും, അങ്ങനെ സൊളാനയുടെ ആ ഒരു ഇതിൽ അതൊക്കെ ഒന്ന് പമ്പാവും. അല്ലാതെ മെയിനായിട്ട് ഒരു ആൾട്ട് കോയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സീസണായിട്ടൊന്നും ഇപ്പോഴില്ല. നിങ്ങൾ നോക്കിയാൽ പലപ്പോഴായിട്ട് അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയാണ്. ഈ ഒരു മാസം നല്ല ബൈങ് ചെയ്യാം. പക്ഷേ എന്നോട്ട് പമ്പാവുമെന്ന് വെച്ചാൽ ഒരു ഫെബ്രുവരി 5 മുതലൊക്കെ നമുക്കൊരു പമ്പിലോട്ട് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം സെയിം 2024 ഫെബ്രുവരി ഒരു 4-5 എതേറിയം നല്ല രീതിയിൽ പമ്പാവാൻ തുടങ്ങി. എതേറിയം പമ്പായാൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആൾട്ട് കോയിനൊക്കെ നല്ല രീതിയിൽ പമ്പാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോഴും പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആവണ്ട. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോ ലെവറേജ് മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ അത് പ്രോഫിറ്റ് എടുക്കുക, അടുത്ത ട്രേഡ് എടുക്കുക. ലോ ലെവറേജ് മാത്രം നിങ്ങൾ നല്ല കോയിനുകളൊക്കെ ബൈ ചെയ്യുക. ആർബിട്രമൊക്കെ മറക്കാതിരിക്കുക. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ ബിറ്റ് കോയിനൊക്കെ ഒന്ന് ഇതായോ നല്ല രീതിയിൽ തന്നെ ഏറ്റവും നല്ല ഡൗൺ ആവുന്നൊരു സംഭവം തന്നെയാണ് ആർബിട്രം. എന്ന് വെച്ചാൽ ആർബിട്രം ഒരു 70 സെൻറ്റിൽ നിന്ന് ഒറ്റയടിക്ക് 58 സെൻറ്റിലോടൊക്കെ പെട്ടെന്ന് തന്നെ വന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര ഒരു വോളിയത്തിൽ വേരിയേഷനൊക്കെ വരുന്നൊരു കോയിനാണ് ആർബിട്രം. അപ്പോൾ അത് റിസ്ക് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഇനിയിപ്പം ബുള്ള് വരികയാണെങ്കിൽ, ബുള്ളെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ ഈ 2021 ബുൾ മാർക്കറ്റ് കണ്ട ഒരാൾക്ക് ഈ ഒരു ബുള്ളൊക്കെ വന്നോ, ഇതൊക്കെ ഈ ഒരു മാർക്കറ്റ് വെറും ഒരു ബിയർ ട്രാപ്പ് ആണെന്ന് പലർക്കും അറിയാമായിരിക്കും. എന്ന് വെച്ചാൽ 2021 ഞാൻ ഏകദേശം ഫസ്റ്റ് ക്രിപ്റ്റോയിൽ വന്നപ്പം തന്നെ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിയത്തില്ലായിരുന്നു. അന്ന് വന്നപ്പം തന്നെ ഈ ഒരു മാറ്റിക്ക് ചുമ്മാ ഒന്ന് മേടിച്ചിട്ടാണ് മാറ്റിക്കൊക്കെ. അതന്ന് ഇന്ത്യൻ എക്സ്ചേഞ്ച് ഏതാണ്ട് അകത്തായിരുന്നു മേടിച്ചിട്ട്, കോയിൻ സ്വിച്ച് പേര് അതിനകത്ത്. അതുതന്നെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടി. അതാണ് ഈ സൊളാനയെന്ന് പറയുന്നത്. എത്ര $1 $2 മേടിച്ചിട്ട് ഒരു $50-60 കൊടുക്കേണ്ടി വന്നു. അതുമെല്ലാം മണ്ടത്തരമാണ് അന്നൊക്കെ അങ്ങനെ കാണിച്ചത്. അപ്പോൾ ആ ഒരു ബുൾ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതൊരു ബുൾ മാർക്കറ്റാണോ എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം, എന്തൊക്കെയായാലും ഇനി സമയങ്ങളുണ്ടല്ലോ. അപ്പം അതുകൂട്ട് ബുൾ മാർക്കറ്റ് വന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺ കാണുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ആൾട്ട് കോയിൻ പോയിട്ടൊന്നും കാര്യമില്ല. ആൾട്ട് സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും മിക്ക ആൾട്ട് കോയിനും പോകുന്നതാണ് ആ ഒരു ആൾട്ട് സീസൺ. മിനിമം ഒരു ആൾട്ട് കോയിനെങ്കിലും, ഇപ്പോൾ അധികം പോകാത്ത ആൾട്ട് കോയിനെങ്കിലും 1x അടിക്കും. അതുകൂട്ടാണ് ആൾട്ട് സീസൺ എന്ന് പറയുന്നത്. അത് 2021 കണ്ടവർക്കറിയാം ആൾട്ട് സീസൺ എന്താണെന്ന്. അപ്പോൾ ഇപ്പം പറഞ്ഞ് കുറേ പേര് വന്ന് പുളുവടിക്കും. അപ്പോൾ അവിടെ എവിടെയൊക്കെ വന്ന് അവർ ആൾട്ട് സീസൺ സത്യം പറയാൻ 2021 കാണാത്തവരായിരിക്കാം. ഓക്കെ, അപ്പം ആ ഒരു ആൾട്ട് സീസണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്ര ഇല്ലേലും അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമായിരിക്കും. എല്ലാവരും നല്ല ലോസിലായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ആരും പാനിക്കൊന്നും വേണ്ട. ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ചാടിക്കയറി എല്ലാ പണവും കൂടെ ഇട്ട് ബൈ ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.